നമസ്കാരം. ജീവിതത്തിൽ പ്രാക്ദോഷം, ദൃഷ്ടിദോഷം, വാക്ദോഷം അനുഭവിക്കാത്തവർ ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. ഒരു വ്യക്തിയുടെ നെഗറ്റീവ് ദൃഷ്ടി ശരീരത്തിൽ പതിയുമ്പോൾ ശരീരത്തിൽ പല തരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നതാകുന്നു. തലവേദന, അകാരണമായ ക്ഷീണം, രോഗം എന്നിവ വന്ന് ചേരുന്നതാകുന്നു. ദൃഷ്ടിദോഷം ഒരു വ്യക്തിക്ക് മാത്രമല്ല, കുടുംബത്തിനും നാം താമസിക്കുന്ന വീടിന് നേരെ വരെ ഉണ്ടാകാം എന്നതാണ് വാസ്തവം. ഇതിനാൽ പല തരത്തിലുള്ള ദുരിതങ്ങൾ നാം അനുഭവിക്കുകയും ചെയ്യും. പ്രധാനമായും മാനസികമായി വിഷമതകൾ, കടം, ധനം കയ്യിൽ നിൽക്കാത്തതായ അവസ്ഥ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കുക, അതായത് ബിസിനസ് ലാഭത്തിൽ പോയിരുന്ന ബിസിനസ് പെട്ടെന്ന് നഷ്ടം സംഭവിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കാര്യം ആർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഈ പരിഹാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. വന്ന് ഭവിച്ചിരിക്കുന്നതായ ദൃഷ്ടിദോഷം മാറ്റുവാൻ ചെറുനാരങ്ങ നാം ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. ഇവയുടെ സൂക്ഷ്മ രജോ ഗുണ സ്പന്ദനങ്ങൾക്ക് ചലനം ഉണ്ടാവുകയും ഒരു വ്യക്തിയെ പൊതിഞ്ഞിരിക്കുന്നതുമായ രജ തമോ ഗുണത്തിന്റെ ആവരണം നാരങ്ങയിലേക്ക് ആകർഷിച്ച് വരികയും ചെയ്യുന്നു. ഇതിലൂടെ ദൃഷ്ടിദോഷം, പ്രാക്ദോഷം ഇല്ലാതാവുകയും ചെയ്യുന്നതാകുന്നു. ഒരു നാരങ്ങ എങ്ങനെ ശരിയായി ഉപയോഗിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഇത്തരം ദോഷങ്ങൾ ഒഴിവാക്കുവാൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന പരിഹാരമാണ്. എല്ലാ നാരങ്ങയും പറ്റില്ല എന്നതാണ് വാസ്തവം. അതേക്കുറിച്ചും മനസ്സിലാക്കാം. ഈ ആവശ്യത്തിന് വരകളോ കുത്തുകളോ കേടുപാടുകളോ ഇല്ലാത്ത ചെറുനാരങ്ങയാണ് നാം ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം ഏവരും ഓർക്കുക. അത്തരം ചെറുനാരങ്ങയ്ക്ക് ഒരു ഭാഗത്തായി മുകളിൽ നിന്നും താഴെ വരെ വളരെ വ്യക്തമായ ഒരു രേഖ കാണും. ചിലപ്പോൾ രണ്ടു വശത്തും രേഖ കാണാം. ഇത്തരം ചെറുനാരങ്ങ ആഭിചാര കർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നതാണ് വാസ്തവം. ഇത്തരം ചെറുനാരങ്ങകളിൽ രേഖകൾ ഇല്ലാത്ത ചെറുനാരങ്ങയെ അപേക്ഷിച്ച് രജോ തമോ ഗുണം നിറഞ്ഞ ഊർജം അന്തരീക്ഷത്തിലേക്ക് വിടുന്നതിനുള്ള തീവ്രത കൂടുതലായിരിക്കും എന്ന കാര്യം ഓർക്കുക. ഇനി എങ്ങനെയാണ് നാം ചെയ്യേണ്ടത്, ആ കാര്യത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. രണ്ട് കൈകളും കൂട്ടി ഒരു ചെറുനാരങ്ങ പിടിച്ച് പാദം മുതൽ ശിരസ് വരെ ഘടികാര ദിശ അഥവാ ക്ലോക്ക് വൈസ് ദിശയിൽ ചലിപ്പിക്കുക. കിഴക്കോട്ട് ദർശനമായി തന്നെ ഒഴിയണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. 3 തവണ ഒരു വ്യക്തിയെ ഒഴിയണം. അതിനുശേഷം ഈ നാരങ്ങകൾ കൽക്കരിയിൽ കത്തിക്കുക. അതിനുശേഷം ഈ ചെറുനാരങ്ങ കനൽ കൂട്ടി അതിലിട്ട് കത്തിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി കളയുകയോ ചെയ്യുക. ഒഴുക്ക് വെള്ളത്തിൽ ചെറുനാരങ്ങ കളയുമ്പോൾ ചെറുനാരങ്ങയിലുള്ള വൈബ്രേഷൻസ് ജലവുമായി ചേരുന്നതിന് അല്പസമയം എടുക്കും. ഈ സമയത്തിനിടയിൽ നെഗറ്റീവ് ശക്തികൾക്ക് ഈ ഊർജത്തെ ഉപയോഗിച്ച് മറ്റു വ്യക്തികളുടെ മേൽ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കും. നേരെ മറിച്ച് അവ കത്തിക്കുമ്പോൾ രജതമോ ഗുണങ്ങൾ നിറഞ്ഞ സ്പന്ദനങ്ങൾ വേഗത്തിൽ നശിച്ചു പോകുന്നു എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത്. ഇനി തീവ്രതയെക്കുറിച്ച് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ദൃഷ്ടിദോഷം ബാധിച്ചിട്ടില്ല എങ്കിൽ ചെറുനാരങ്ങ ഉടൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതാണ്. യാതൊരു ശബ്ദവുമില്ലാതെ ചെറുനാരങ്ങ ഉടൻ കത്തിപ്പോവുകയും ചെയ്യും. അത് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഈ കാര്യം ചെയ്യുമ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് ലഘുവായിട്ടാണ് ബാധിച്ചിട്ടുള്ളത് എങ്കിൽ ചെറുനാരങ്ങ ഉടനെ തന്നെ വെള്ളത്തിന്റെ കൂടെ ഒഴുകി പോവുക തന്നെ ചെയ്യും. ആദ്യത്തെ തവണ തന്നെ ശബ്ദത്തോടെ തന്നെ കത്തിപ്പോവുകയും ചെയ്യും. ആ കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ചെറുനാരങ്ങ വെള്ളത്തിൽ കറങ്ങാൻ തുടങ്ങുന്നതാകുന്നു. അത് നിങ്ങൾ പ്രത്യേകം നോക്കേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. എന്നാൽ കത്തിക്കുകയാണ് എങ്കിൽ കത്തിയതിന് ശേഷവും തൊലി ചുളിഞ്ഞും ദുർഗന്ധം പുറം തള്ളിയും കിടക്കുന്നതുമാണ്. അത്തരത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്നുകൂടി നോക്കുക.
ഇനി നിങ്ങൾക്ക് വളരെ തീവ്രമായി അഥവാ അതിതീവ്രമായാണ് ബാധിച്ചിട്ടുള്ളത് എങ്കിൽ ഈ കാര്യങ്ങളാണ് സംഭവിക്കുക. ചെറുനാരങ്ങ രജോതമോ ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞതിനാൽ അത് ഒഴുകി പോകാതെ ഒരിടത്ത് തന്നെ പൊങ്ങി നിൽക്കുക തന്നെ ചെയ്യും. അത്ഭുതകരമായ കാര്യമാണ് എന്ന് തന്നെ പറയാം. വയലറ്റ് നിറമുള്ള പുക വരിക, ചെറുനാരങ്ങ വേഗത്തിൽ കത്താതിരിക്കുക, അനിഷ്ട ശക്തികൾ വളരെ ശക്തമാണ് എങ്കിൽ ചെറുനാരങ്ങ വലിയ ശബ്ദത്തോടെ തന്നെ കത്തുക, ഇളക്കമുള്ള തീനാളങ്ങൾ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ചെറുനാരങ്ങയിൽ കാണുവാൻ സാധിക്കുക. വീടിന്റെ പുറത്തായി തന്നെ ഇവ കത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടിനകത്ത് പാടുള്ളതല്ല. ആ കാര്യവും ഓർത്തതിന് ശേഷം ഈ കാര്യം ചെയ്യുക. കത്തിച്ചതിന് ശേഷം ചില കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യം ചെയ്തില്ല എങ്കിൽ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന കാര്യം ഓർക്കുക. കത്തിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ കൈയും കാലും മുഖവും വീടിന് പുറത്തു വച്ച് കഴുകി വീട്ടിലേക്ക് പ്രവേശിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഇനി ബാധിക്കാതിരിക്കുവാൻ നാം ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതാകുന്നു അഥവാ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ കാര്യങ്ങൾ കൂടി ഏവരും മനസ്സിലാക്കുക. വീടിന്റെ ഈശാനമൂല അഥവാ വടക്ക് കിഴക്ക് മൂലയിൽ ഒരു ചില്ല് പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ചില്ല് ഗ്ലാസിൽ ജലം 1/4 ഭാഗത്തോളം നിറയ്ക്കുക. ശുദ്ധജലമാണ് നിറയ്ക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ശേഷം ഒരു ചെറുനാരങ്ങ, ആ ചെറുനാരങ്ങയിൽ കുത്ത്, വര തുടങ്ങിയ കാര്യങ്ങൾ, അതായത് കേടുപാടുകൾ സംഭവിക്കാത്തതായ നാരങ്ങ തന്നെ വേണം എന്ന കാര്യം ഓർക്കുക. ഈ നാരങ്ങ നിങ്ങൾ ഇട്ട് വയ്ക്കണം. താഴെ പോവുകയാണ് എങ്കിൽ അത് ദൃഷ്ടിദോഷത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യം ഓർക്കുക. എന്നാൽ പൊങ്ങിക്കിടക്കുകയാണ് എങ്കിൽ ദൃഷ്ടിദോഷമില്ല എന്ന് തന്നെ പരാമർശിക്കാം അഥവാ നിങ്ങൾക്ക് അർത്ഥമാക്കാം. അതിഥികൾ പുറമേ നിന്നും ഉള്ളവർ വന്ന ശേഷം നാരങ്ങ താഴെ പോവുകയാണ് എങ്കിൽ അവരാൽ വന്നു ചേർന്ന ദൃഷ്ടിദോഷത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ജലത്തിന്റെ നിറം മാറി തുടങ്ങുന്നതായ അവസരത്തിൽ, നാരങ്ങ കേടായി തുടങ്ങുന്നതായ അവസരത്തിലും അവ മാറ്റണം എന്ന കാര്യം ഓർക്കുക. ഇനി എപ്രകാരമാണ് നാരങ്ങ കളയേണ്ടത്? ആ കാര്യത്തിനും ചില ചിട്ടവട്ടങ്ങളുണ്ട് അഥവാ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം കളയുവാൻ. നാരങ്ങ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുറകിലേക്കായി എറിഞ്ഞ് കളയുക. എന്നാൽ എറിഞ്ഞ് കളഞ്ഞതിന് ശേഷം തിരിഞ്ഞു നോക്കുവാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. അതിനുശേഷം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ ദോഷഫലങ്ങൾ അകലില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം മാത്രം വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഉപയോഗിച്ച വെള്ളം വീടിന്റെ പുറത്തു തന്നെ കളയണം. ഒരിക്കലും അവ വീടിന്റെ സിങ്കിൽ ഒഴിച്ച് കളയുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നാരങ്ങ ഇടുന്നതിന് മുൻപ് ഗ്ലാസ് വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ നാരങ്ങ വെള്ളത്തിൽ ഇടാൻ പാടൂ എന്ന കാര്യം ഓർക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചില അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ അകലുകയും ധനം ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും. ജീവിതത്തിൽ സൗഖ്യം വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വീടുകളിൽ മാത്രമല്ല ബിസിനസ് സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ദോഷങ്ങൾ, ദൃഷ്ടിദോഷം തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. അതിനാൽ തന്നെ ബിസിനസ് സ്ഥാപനങ്ങളിലും ഇപ്രകാരം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തകർച്ച അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ ലാഭം വരാതിരിക്കുക, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ എന്നിവ വന്നു ചേരുന്നതിന് കാരണമായി തീരും. ഈ പരിഹാരം ആർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും ഇപ്രകാരം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും ദൃഷ്ടിദോഷം, കണ്ണീർ ദോഷം, അത്തരത്തിലുള്ള ദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുക തന്നെ ചെയ്യും.